Hi friends, ഇന്നത്തെ ലീഡ് കോഡ് പ്രോബ്ലം നമ്പർ 217 ആണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ given an integer array nums, return true if any value appears at least twice in the array and return false if every element is distinct. എന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ടായിട്ട് തരുന്നത് ഒരു അറേ തന്നിട്ടുണ്ട്. ഓക്കെ, മീൻസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് ട്രൂ ആണ്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എലമെന്റ് റിപ്പീറ്റ് ആയി വരികയാണെങ്കിൽ നമുക്ക് അവിടെ റിട്ടേൺ ട്രൂ കൊടുക്കാം. ഓക്കെ, ഇനി യുണിക് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ എലമെന്റ്സ് 1 2 3 4 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ മൾട്ടിപ്പിൾ എലമെന്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നാലും ട്രൂ ആണ്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ എന്താണ് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യാം. അതല്ല എല്ലാ എലമെന്റും യുണിക് ആണ്, അതായത് എല്ലാം ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ് വരേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ലീഡ് കോഡിലുള്ളതിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നമ്മൾ മെയിൻലി 3 രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിഗിനർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, മീൻസ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതെങ്ങനെ സോൾവ് ആക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ അതിന്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല അപ്രോച്ച് അല്ല. പിന്നീട് നമ്മൾ അതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് സെറ്റ് വെച്ചിട്ട് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒരു സെറ്റിന്റെ ലെങ്ത് വെച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് 1 ലൈൻ ഓഫ് കോഡിൽ അതിനെ സോൾവ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കമ്പയർ എവറി പെയർ ഓഫ് നമ്പേഴ്സ് ഇൻ ദ അറേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാച്ചിങ് പെയർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അതായത് ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള നമ്പർ 1 2 3 1 ആണ് അല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ നമ്പറിനെ ആദ്യം എടുത്തു, 1നെ എടുത്തു. എന്നിട്ട് 1നെ ബാക്കിയുള്ള റിമൈനിങ് നമ്പേഴ്സുമായിട്ട് ചെക്ക് ചെയ്യും. മീൻസ് അരയിൽ ബാക്കിയുള്ള റിമൈനിങ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതുമായിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ട്രൂ റിട്ടേൺ ചെയ്യാൻ നമ്മുടെ കോഡിങ് കഴിഞ്ഞു. അതല്ല എങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത നമ്പറുമായിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ ടിൽ എൻഡ് ഓഫ് ദ അറേ ആവുന്നവരെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 1ന്റെ കേസ് എടുത്തു. 1നെ ഏതൊക്കെ നമ്പേഴ്സുമായിട്ട് ചെക്ക് ചെയ്യും, 2 ആയിട്ടും ചെക്ക് ചെയ്യും, 3 ആയിട്ടും ചെക്ക് ചെയ്യും, പിന്നെ അഗെയിൻ അടുത്ത നമ്പർ 1 ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്നത് ഫോൾസ് ആണ്, മീൻസ് മാച്ച് അല്ല. അടുത്ത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴും മാച്ച് അല്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് മാച്ച് ആണ് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഫസ്റ്റ് ഒരു ഐട്രേഷനിൽ തന്നെ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 1 എന്ന് പറയുന്ന നമ്പർ എടുത്തു, അതിനെ ഓരോ എലമെന്റ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ലാസ്റ്റത്തെ എലമെന്റ് എത്തിയപ്പോഴത്തേക്കും മാച്ച് ആവുന്നുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യാം. ഇനി അതല്ലാത്തൊരു കേസ് ഞാൻ പറയാം. ഇവിടെ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുകയാണ്. 1 2 3 4. ഓക്കെ, ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് അറിയാം ഇവിടെ യൂണിക് നമ്പേഴ്സേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്തായാലും ഔട്ട്പുട്ട് ഫോൾസ് ആണ്. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ആ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ചെയ്യുന്നതാണ് ഞാൻ അടുത്ത് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1നെ ഞാൻ എടുത്തു. ഓക്കെ, 1നെ ഞാൻ ഈ റിമൈനിങ് നമ്പേഴ്സ് ആയ 2 ആയിട്ടും 3 ആയിട്ടും 4 ആയിട്ടും ചെക്ക് ചെയ്തു അല്ലെ. അപ്പോഴത്തേക്കും അവിടെ ഒന്നും മാച്ച് അല്ല. ദാറ്റ് മീൻസ് അവിടെ ഒന്നും മാച്ച് അല്ല. അത് കഴിഞ്ഞു, 1 ആയിട്ടുള്ള ചെക്കിങ് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യണം, ഈ 2നെ എടുത്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് നമ്പേഴ്സുമായിട്ട് നോക്കും. അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എടുത്തു. ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത് ഇവിടെ, 3ഉം 4ഉം ആണ് അല്ലെ. അപ്പോൾ 3ഉം 4ഉം നോക്കുമ്പോഴത്തേക്കും അതും മാച്ച് അല്ല. ഓക്കെ, അതും മാച്ച് അല്ല. അപ്പോൾ 2 ആയിട്ടും പറ്റിയിട്ടില്ല. ഓക്കെ, അടുത്ത് ഞാൻ 3 എന്ന നമ്പറിനെ എടുത്തു. അപ്പോൾ 3നെ എടുത്തപ്പോൾ അതിനെ വരുന്ന നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ആണ്. അതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം അവിടെയും മാച്ച് അല്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആ 3യും കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു നമ്പർ ഉണ്ട്, അതെടുത്തു. അത് നമ്മൾ എൻഡ് ഓഫ് ദ അരയാണ്, അവിടെ വേറെ എലമെന്റ് ഒന്നുമില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ആ ടിൽ എൻഡ് ഓഫ് ദ അരേ വരെ ട്രാവേഴ്സ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും മാച്ച് കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ എടുത്തു, പിന്നെ ആ അരയിലുള്ള റിമൈനിങ് എല്ലാ നമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അടുത്ത നമ്പർ എടുക്കുന്നു, വീണ്ടും റിമൈനിങ് എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്തു. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. അതായത് ഓർഡർ ഓഫ് n ഇൻറ്റു n, അതായത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്പേസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് 1 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ റൺ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലീഡ് കോഡിൽ ഈ ഒരു സൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ഓഫ് ദിസ് ടൈം കോംപ്ലക്സിറ്റി. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് ആ ഒരു ബേസിക് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെന്ന് കരുതിയിട്ടാണ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു
നമുക്ക് ആദ്യം ഓരോ നമ്പറായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതാണ്. ഫോർ I ഇൻ റേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് നംസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു നമ്പറിനെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് നെക്സ്റ്റ് എലമെന്റ് കൂടി ചെക്ക് ചെയ്യണം അല്ലേ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം 1 എടുക്കുകയാണെങ്കിൽ അടുത്ത് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇവിടെ എന്ന് പറയുന്നത്, അതായത് ജെ ഇവിടെ I 0-ലാണെങ്കിൽ ജെ എന്ന് പറയുന്നത് I+1-ലാണ് നിൽക്കേണ്ടത് അല്ലേ. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ I+1 കൊടുത്തു. എൻഡ് നമുക്ക് ലാസ്റ്റ് വരെ വേണം, അതുകൊണ്ട് ലെങ്ത് ഓഫ് നംസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ? രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും അല്ലേ. അതായത് ഇഫ് നംസ് ഓഫ് I ഈക്വൽ ടു നംസ് ഓഫ് ജെ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കൊരു മാച്ച് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അങ്ങ് റിട്ടേൺ ട്രൂ കൊടുക്കാം. ഇനി വീണ്ടും വേറെ മാച്ച് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ജസ്റ്റ് റിട്ടേൺ ചെയ്യാം. അതല്ല ടിൽ എൻഡ് വരെ ഇതിനകത്തോട്ട് കയറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ സെക്കൻഡ് കേസ് പോലെ, ഈ ഒരു കേസ് നമ്മൾ നോക്കിയായിരുന്നു, ഇതുപോലെ അവിടെ ഒന്നുമില്ല, മാച്ച് ആവുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് സിംപ്ലി നമ്മുടെ ഔട്ട്പുട്ടിനെ റിട്ടേൺ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിത് റൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇൻഡന്റേഷൻ ഞാൻ കൊടുത്തിട്ട് ശരിയായിട്ടില്ല. ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇത് അക്സെപ്റ്റ് ആവത്തില്ല ബിക്കോസ് ഓഫ് ദിസ് ടൈം കോംപ്ലക്സിറ്റി. എന്ന് വെച്ചാൽ വലിയ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റ് കേസസ് ഉണ്ടാവുമല്ലോ ലീഡ് കോഡിൽ. അപ്പം ഈ സ്പേസ് ടൈമിന്റെ പ്രോബ്ലം വന്നിട്ട് അത് അക്സെപ്റ്റ് ആവത്തില്ല. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ആക്കുമ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് പിന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം നമ്മൾ ഈവൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മളൊരു അവരുടെ അടുത്ത് ക്ലാരിഫൈ ചോദിക്കാം. അതായത് എങ്ങനെയാണ്, എത്ര ടൈം കോംപ്ലക്സിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കോഡിനെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അതായത് ഒരു പ്രോഗ്രാം എഴുതാൻ എല്ലാവർക്കും പറ്റും, മീൻസ് പ്രോഗ്രാം പല രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ വരണം. അതായത് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ കോഡ് എഴുതാൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇൻപുട്ട് കൊടുത്തിട്ട് ആ പറഞ്ഞ ടൈം ലിമിറ്റിൽ കിട്ടുന്നില്ല ഔട്ട്പുട്ട്, അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ആവുന്നില്ല. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായല്ലോ. ബിക്കോസ് ഓഫ് ദിസ് ടൈം കോംപ്ലക്സിറ്റി നമുക്കത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ കോഡ് ലീഡ് കോഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഹാഷ് സെറ്റ് എന്ന് പറയാം, ഹാഷ് സെറ്റ് മെത്തേഡ് എന്ന് പറയാം. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻറ്റയർ അറേനെ ട്രാവേഴ്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാനൊരു സെറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് യൂണിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ സ്റ്റോർ ആക്കാൻ പറ്റത്തുള്ളൂ. മീൻസ് നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൊടുത്താലും പക്ഷെ അതിൽ സ്റ്റോർ ആകുന്നത് എന്താണ്? യൂണിക് വാല്യൂസ് മാത്രമേ സ്റ്റോർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ എലമെന്റ് ആയിട്ട് എടുക്കും. മീൻസ് ഞാൻ ആദ്യം ഈ 1 എന്ന് പറയുന്ന എലമെന്റ് എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും ഈ സെറ്റിനകത്ത് ഈ 1 ഉണ്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത നമ്പറിനെ എടുക്കുകയാണ് 2. അഗെയിൻ നോക്കും ഇതിനകത്തുണ്ടോ. ഇല്ല എങ്കിൽ ജസ്റ്റ് ഞാൻ ആഡ് ആക്കുന്നു. അടുത്ത നമ്പർ എടുക്കുന്നു 3, ഉണ്ടോ നോക്കും, ഇല്ല, ആഡ് ആക്കുന്നു. ഞാൻ അടുത്ത നമ്പർ എടുത്തു 1. അപ്പോൾ മനസ്സിലായി 1 എന്ന് പറഞ്ഞ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്താ മനസ്സിലായത്? അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ അപ്പോൾ തന്നെ ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാം. അതാണ് എൻ്റെ ഒരു ലോജിക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ഈ നമ്പറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് 1. ഇപ്പൊ ഈ ഒരു ഇൻപുട്ടിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നോക്കുന്നു 1 ആഡ് ആക്കുന്നു, ഇല്ല. 2 നോക്കുന്നു, 2 ഇതിനകത്ത് ഇല്ല. 3 നോക്കുന്നു, അതും ഇല്ല. 4 നോക്കുന്നു, അതും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണേ? നമ്മളിവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യും ഈ കേസിൽ. അതായത് ഇവിടെ ഒരു മാച്ചും ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതില് നമ്മൾ ഈ അരേനെ ഒരേ ഒരു വട്ടം മാത്രമേ ട്രാവേഴ്സ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഒരേ ഒരു തവണ മാത്രമേ ഈ ഒരു അരേനെ ട്രാവേഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാക്സിമം n സൈസിലുള്ള ഒരു സെറ്റ് വേണ്ടി വരും. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോൾ ഈ ഒരു കേസിൽ എടുത്താൽ 4 ആണ്. അപ്പോൾ ഈ സെറ്റിന്റെ സൈസ് 4 തന്നെ വരും. അതിപ്പോൾ നമുക്ക് മാക്സിമം വേഴ്സ്റ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് n ആണ്. പക്ഷേ ടൈം കോംപ്ലക്സിറ്റി നമ്മുടെ ബ്രൂട്ട് ഫോഴ്സിനെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആണ്. അതായത് ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ലൊരു ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ?
ഞാനപ്പോൾ ഒരു സെറ്റ് ആദ്യം ഡിക്ലെയർ ചെയ്തു. ഞാൻ പറഞ്ഞു നമുക്കൊരു ഹാഷ് സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ സെറ്റ് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് എന്താ വേണ്ടത്, ഓരോ നമ്പറായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ 4 നം ഇൻ നംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എനിക്ക് വേണ്ടത് ഇഫ് ആ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്ത നമ്പർ നമ്മുടെ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, അതായത് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രൂ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതല്ല എങ്കിൽ ആ നമ്പറിനെ നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഇതിലോട്ട് ആഡ് ആക്കണ്ടേ. അപ്പോൾ അതുകൂടെ ഇവിടെ ചെയ്യണം. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സീനിലോട്ട് ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, ആഡ് ആ നമ്മിനെ ആഡ് ആക്കുക. ഓക്കെ, നം ഈക്വൽ ടു സീൻ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഈ കേസാണ്, സെക്കൻഡ് കേസ്, അതായത് ഈ ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവിടെ മാച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫോൾസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് റൺ ചെയ്തു. ഇഫ് നം ഇൻ ഉണ്ട് അല്ലേ. ഓക്കെ, റൺ. എന്താണ് റിട്ടേൺ ഫോൾസ്. യെസ്, അത് റൺ ചെയ്തു. ഇനി സബ്മിറ്റ് ചെയ്യുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പോലെ പ്രശ്നം വരത്തില്ല, ബിക്കോസ് ദ ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓർഡർ ഓഫ് n ആണ് അല്ലേ. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ലെങ്ത് വെച്ചിട്ടാണ്. സെറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 2 3 1 ആണെന്ന് വിചാരിക്കും. ഇതൊരു ലിസ്റ്റ് ആണല്ലോ, ലിസ്റ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് വരണേ, 1 2 3 അല്ലേ. ഇതെന്ന് പറയണത് നമ്മുടെ സെറ്റ് ആയിരിക്കും. സെറ്റ് മീൻസ് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റിനെ ഒന്നും അലോട്ട് ചെയ്യത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഇൻപുട്ടിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കില്ല. അതായത് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ലിസ്റ്റിന്റെ ലെങ്ത് 4ഉം ഇതിന്റെ ലെങ്ത് 3ഉം ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ എത്രയോ ഡ്യൂപ്ലിക്കേഷൻ, എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേഷൻ എങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലാവും. അപ്പോൾ നമുക്ക് റിട്ടേൺ ട്രൂ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിംപ്ലി നമുക്ക് ആ ലെങ്ത് ഓഫ് ദ ലിസ്റ്റും ലെങ്ത് ഓഫ് ദ സെറ്റും കൂടെ ചെക്ക് ചെയ്യുക. അത് നോട്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ട്രൂ ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് സം നമ്പേഴ്സ് വിച്ച് ആർ ഡ്യൂപ്ലിക്കേറ്റിംഗ്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലോജിക്ക്. വളരെ ഈസി അല്ലേ. ഇവിടെയും നമ്മുടെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിലെ പോലെ തന്നെ ഓർഡർ ഓഫ് n തന്നെയാണ്. ബിക്കോസ് നമ്മളിവിടെ ഇതിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ മെമ്മറി യൂസ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അറേ ട്രാവേഴ്സൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് n ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. ഓക്കെ, റിട്ടേൺ ലെങ്ത് ഓഫ് nums not equal to length of set of nums. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ, ഒരു ലൈൻ ഓഫ് കോഡിൽ നമുക്ക് വർക്കായി. ഇത് കണ്ടോ, 100%. ഓക്കെ, അപ്പോൾ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. That's it for today's video. Thank you for watching.